വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കേട്ടോ. മിക്കവാറും പ്രോഫിറ്റും ലോസും എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഫസ്റ്റ് നോക്കാം. ആൽഫ്രഡ് ബൈ ആൻ ഓൾഡ് സ്കൂട്ടർ ഫോർ 4700 ആൻഡ് സ്പെൻഡ് റെസ് 800 ഓൺ ഇറ്റ്സ് റിപ്പയർ. സോ 4700 രൂപയ്ക്ക് ഒരു സ്കൂട്ടർ മേടിച്ചു, അതിൽ 800 രൂപ റിപ്പയർ ചെയ്തു. അപ്പോൾ കൗണ്ട് ചെയ്യണം കേട്ടോ. സോ ഇഫ് ഈ സെൽ ദ സ്കൂട്ടർ ഫോർ 5800, അയാൾ 5800 വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ് ഗെയിൻ പെർസെൻറ്റേജസ്, അയാൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിക്കാണും എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 4700 പ്ലസ് 800 5500 കേട്ടോ. സോ അയാൾ വിൽക്കാൻ പോകുന്ന 5800. ദാറ്റ് മീൻസ് 500, 600, 700, 300 രൂപയാണ് ലാഭം. സോ സെൽ പ്രൈസ് 5800. സോ നമുക്ക് നോർമൽ ഫോർമുല SP മൈനസ് CP ആണ്, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. സോ 300 എന്നുള്ളതാണ്. സോ നമ്മൾ എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് അറിയണമെങ്കിൽ 300 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 5000 ഇൻറ്റു 100 നോക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ആ പെർസെൻറ്റേജ് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. So next one is the cost price of 20 article in the same as selling price of X article. If the profit is 25%, the value of X is. ഇത് മിക്കവാറും ചോദിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ആർട്ടിക്കിൾ, 20 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് ഇസ് ദ സെയിം ആസ് സെല്ലിംഗ് പ്രൈസ്. 20 ആർട്ടിക്കിളിൻ്റെയും പൈസ ഒരുപോലെ തന്നെയാണ്, പക്ഷേ പ്രൈസ് എന്ന് പറഞ്ഞാൽ X ആണ്. അപ്പോൾ നമുക്ക് അറിയില്ല X ഈസ് ഈക്വൽ ടു എത്ര എന്നറിയില്ല. പ്രോഫിറ്റ് 25% ആണ് എന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. സോ നോക്കുവാണെങ്കിൽ കോസ്റ്റ് പ്രൈസ്, ഓരോ ആർട്ടിക്കിളിൻ്റെയും കോസ്റ്റ് പ്രൈസ് 1 രൂപയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓരോ എക്സിൻ്റെയും എക്സ് ആർട്ടിക്കിളിൻ്റെയും 1 രൂപയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റെസ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. സോ സെല്ലിംഗ് പ്രൈസിൻ്റെ എക്സ് ഓഫ് ആർട്ടിക്കിൾ 20 നമ്മൾ കൺസിഡർ ചെയ്യാം. കാര്യം ഒന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 1 ഇൻറ്റു എക്സ് സോ ഈസ് ഈക്വൽ ടു 20 ആയിരിക്കുമല്ലോ അല്ലേ. ഇതുമായിട്ട് കൺസിഡർ ചെയ്തു. സോ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 20 മൈനസ് എക്സ് ആയിരിക്കും. സോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ്. സോ നമുക്ക് എക്സ് നമുക്ക് അറിയില്ല. ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 25. ഈ 25 എവിടെ നിന്ന് വന്നു? നമുക്ക് ഓൾറെഡി അറിയാം 25% പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ആണ് 25. സോ നമ്മൾ എല്ലാം ആക്കി ഇപ്പുറത്തെ എക്സ് പുറത്തേക്ക് കൊണ്ടുവന്നു. 100 എക്സ് കൊണ്ടുവരുമ്പോൾ 2000 മൈനസ് 100 എക്സ് ഈസ് ഈക്വൽ ടു 25 എക്സ്. ഇത് ബേസിക് മാത്സ് ആണ്. സോ 125 എക്സ് എന്ന് വെച്ചാൽ എത്രയാണ്? 2000 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 16 ആണ്. സോ ഇത് ഇത്രയും നാണ് ബേസിക് മാത്സ് ആണ്. നിങ്ങൾക്ക് ബേസിക് മാത്സ് അറിയില്ലെങ്കിൽ ഇത് പഠിക്കുക, എങ്ങനെയാണ് എക്സ് പുറത്തേക്ക് എടുക്കുന്നത്, അകത്തേക്ക് കൊണ്ടുവരുന്നതൊക്കെ പഠിക്കുക. സോ ബേസിക്കലി ഇതുവരെ ഇത്രയും മാത്രമേ നമുക്ക് ആ ഒരു ഉപയോഗിക്കുന്ന മെത്തഡോളജി ഉള്ളൂ. ബാക്കി ഫുള്ള് ബേസിക് മാത്സ് ആണ് കേട്ടോ. സോ എളുപ്പമാണ്, ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ ഉത്തരം 16 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഡബിൾഡ് ദ പ്രോഫിറ്റ് ട്രിപ്പിൾ, ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവില്ല, ചോദിച്ചാലോ അല്ലേ. സെല്ലിംഗ് പ്രൈസ് ഡബിൾ ആവുന്നുണ്ട്, ഒരു സാധനം സെൽ പ്രൈസ് ചെയ്യുമ്പോൾ ഡബിൾ ആവുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ആവുന്നുണ്ട്. എന്നാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? സോ കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻഡ് സെല്ലിംഗ് പ്രൈസിന് നമുക്ക് വൈ എന്നും പറയാം. സോ കോസ്റ്റ് പ്രൈസിന് എക്സ് എന്ന് പറയാം. നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമുക്ക് അറിയില്ല അല്ലേ. നമ്മൾ പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റ് ട്രിപ്പിൾ ആണ് കിട്ടണമെന്ന് നമുക്കറിയാം. സോ അതും അറിയുണ്ടാവില്ല. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എക്സും സെല്ലിംഗ് പ്രൈസും വൈയും ആണ്. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 2y മൈനസ് എക്സ്. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 2x. എങ്ങനെ കിട്ടി? മനസ്സിലായോ? അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസ് നമുക്കറിയില്ല, സെല്ലിംഗ് പ്രൈസും നമുക്കറിയില്ല. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രിപ്പിൾ എന്നാണ് പറഞ്ഞത് അല്ലേ. 3 ഇരട്ടി നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എത്രയാണ്? 3 ഇൻറ്റു വൈ മൈനസ് എക്സ് ആണ് നമുക്ക് വേണ്ടത് അല്ല. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സംഭവം, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 3 ഇൻറ്റു വൈ മൈനസ് എക്സ് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2y മൈനസ് എക്സ്. അതായത് ഓൾറെഡി അവർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ ഒരേ സമയത്ത് സെല്ലിംഗ് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ, ഡബിൾ ആണ്. എന്നാൽ പ്രോഫിറ്റ് ട്രിപ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2yയും 3yയും സെയിം അല്ലേ. ഒന്ന് നോക്കിയേ, 3y മൈനസ് എക്സും 2y മൈനസ് എക്സും സെയിം ആണ് അല്ലേ. ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു 2x. സോ പ്രോഫിറ്റ് y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 2x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു റെസ് എക്സ് അല്ലേ. സോ ബാക്കി നമ്മൾ സെയിം ഫോമുല നമ്മൾ നേരത്തെ ചെയ്തില്ലായിരുന്നോ? എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 100%. സോ അവിടെ പ്രോഫിറ്റ് 100% ആണ്. സോ മേ ബി ഇതിൽ കുറച്ചൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നേക്കും. സോ ബേസിക്കലി വരുന്ന ഇവിടെയാണ് ഡൗട്ട് വരിക കേട്ടോ. 3 ഇൻറ്റു വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 2y മൈനസ് എക്സ് ആയിരിക്കും ഡൗട്ട് വരിക. സോ ഇത്രയും മാത്രമേ ഉള്ളൂ. സോ ഡബിൾ ആകുന്നു, അത് ട്രിപ്പിൾ ആക്കുന്നു, അത്രയേ ഉള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ
3y minus x, 3 into y minus x, 3 into y and 3 into x ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈസി. അത് തന്നെയാണ് 2 into y minus x. അതായത് നമ്മളിപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ 2 into y ആണ് അല്ലേ, 2y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഇത് തന്നെയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എക്സ് 2 3 ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴി നമ്മൾ ഉണ്ടാക്കിയതാണ്. So next question. In a certain store, the profit is 320% of cost. If the cost increased by 25%, but the selling price remain constant, approximately what percent selling price is the profit? അതായത് ചില സ്റ്റോറുകളിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 320% ഓഫ് ദ കോസ്റ്റ്. നമുക്ക് ആക്ച്വൽ കോസ്റ്റിന് 320% എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇഫ് ദ കോസ്റ്റ് ഇൻക്രീസ് ബൈ 25%, അപ്പം നമുക്ക് എക്സ് കോസ്റ്റിന് 320% കിട്ടുന്നുണ്ട്. സോ ഈ എക്സ് കോസ്റ്റ് പ്ലസ് 25% ആണെങ്കിൽ ദ സെല്ലിംഗ് പ്രൈസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. പക്ഷേ വിൽക്കുന്ന രൂപ എന്താണ്, സെയിം തന്നെയാണ്. y ഈസ് ഈക്വൽ ടു സെയിം തന്നെയാണ്. അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ദ പ്രോഫിറ്റ്. സോ ഇതിൽ എത്ര ശതമാനമാണ് സെല്ലിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. സോ ബേസിക്കലി കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ എക്സിന് 100 കൊടുക്കാൻ പോവാം, 100 രൂപയായിട്ട് കൊടുക്കാൻ പോവാം. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് 320 അങ്ങനെയാണെങ്കിൽ ഞാൻ സെല്ല് ചെയ്യുന്ന പ്രൈസ് 420 സോ ഇത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, 100 ഞാൻ തന്നെ കൺസിഡർ ചെയ്ത് 320% ഒക്കെ ഇട്ടിട്ട് പിന്നെ സെല്ലിംഗ് പ്രൈസ് ഞാൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. സോ പുതിയ കോസ്റ്റ് പ്രൈസ് 125% എന്നുണ്ടെങ്കിൽ പുതിയത്, കാര്യം 100 ഇവിടെ നോക്കിയേ കണ്ടോ, 320 പ്ലസ് 25% പറയുന്നത്. അപ്പം ഓൾറെഡി ഈ 100 ആണല്ലോ ഞാൻ വിചാരിച്ചിരിക്കുന്ന രൂപ, ഈ 100 ഒരു 25% കൂടെ കൂട്ടുവാണ് എന്നുണ്ടെങ്കിൽ ബേസിക്കലി എത്രയായിരിക്കും, 125 അപ്പം അവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 420 കണ്ടോ. അപ്പോൾ രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആയി. ഇവിടെ കണ്ടോ, ബട്ട് ദ സെല്ലിംഗ് പ്രൈസ് റിമൈൻ കോൺസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ. അപ്പം രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റൻ്റ് ആയി. ഇനി പ്രോഫിറ്റ് അറിയണം. 420 മൈനസ് 120 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, പുതിയ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും കൂടെ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എത്രയാണ്, 295. സോ ഇത് വെച്ച് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. സോ 70% അപ്രോക്സിമേറ്റ് നമുക്ക് എത്ര കിട്ടും, പ്രോഫിറ്റ് കിട്ടും. സോ ഓരോ വേസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മിക്കവാറും പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. സോ ഭയങ്കര എളുപ്പമുള്ള ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, അത് ഭയങ്കര കുറവാണ് ചോദിക്കാനുള്ള ചാൻസ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വായിക്കാം. താങ്ക് യു.